ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ബീട്രൂട്ട് ലിപ് ബാം ആണ്. ബീട്രൂട്ട് കൊണ്ട് ഒരു ലിപ് ബാം ഉണ്ടാക്കി ഞാനത് എൻ്റെ ചുണ്ടുകളിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കുകയാണ്. കണ്ടോ, നല്ല കളറില്ലേ? നമ്മളുടെ കുട്ടികളൊക്കെ കെമിക്കലടങ്ങിയ ഈ ലിപ് ബാമൊക്കെ പുരട്ടുന്നത് കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒത്തിരി വിഷമം തോന്നാറുണ്ട്. കാരണം ഈ കെമിക്കലൊക്കെ നമ്മുടെ ഉള്ളിലേക്കല്ലേ ചെല്ലുന്നത്. ഏതെങ്കിലുമൊക്കെ ഫംഗ്ഷന് പോകാൻ നേരത്ത് ഇത് പുരട്ടും. ഞാൻ എൻ്റെ മക്കളെയും വഴക്ക് പറയാറുണ്ട്. ഇത് പുരട്ടും. ഇത് പുരട്ടി കഴിഞ്ഞിട്ട് ജ്യൂസൊക്കെ കുടിക്കുമ്പോഴും അതുപോലെ തന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിയുമ്പോൾ ചുണ്ടയിലെ പകുതി ഉള്ളി ചെല്ലും ഇല്ലേ. അപ്പം ഇത് കെമിക്കലൊന്നും ഇല്ലാതെ നമ്മളുടെ വളരെ നല്ല നിറമുള്ള ബീട്രൂട്ട് കണ്ടോ, നല്ല നിറമില്ലേ? ആ ബീട്രൂട്ട് കൊണ്ട് നമുക്കൊരു ലിപ് ബാം ഉണ്ടാക്കിയാലോ? അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. അതിനായിട്ട് ഞാൻ ഒരു ബീട്രൂട്ടാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു ബീട്രൂട്ട് എടുത്ത് അതിൻ്റെ തൊണ്ടൊക്കെ കളഞ്ഞ് ഒന്ന് ചെത്തി എടുക്കുകയാണ്. ചെത്തി ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കണം ആദ്യം. അപ്പം അതിനായിട്ട് ഞാൻ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇതിട്ട് കൊടുക്കാം. ചെറിയ കഷ്ണങ്ങളായിട്ട് തന്നെ അരിയണം, അല്ലെങ്കിൽ അത് വലിയ അരിഞ്ഞ് കിട്ടാനായിട്ട് നന്നായിട്ട് അരിഞ്ഞെടുക്കണം. അരിഞ്ഞ് കിട്ടാനായിട്ട് ഇച്ചിരി പാടായിരിക്കും. അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നമുക്ക് അരിഞ്ഞിട്ട് കൊടുത്ത് നന്നായിട്ട് നല്ല സ്മൂത്തായിട്ടൊന്ന് അരച്ചുകൊണ്ട് വരാം. ഇനി നമുക്ക് അത് ഒരു അരിപ്പ വെച്ച് ഒരു പാത്രത്തിലേക്ക്, ഞാനിപ്പോൾ അതുണ്ട് അത് ഒന്ന് നമ്മൾക്കൊന്നത് വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം. അതിനായിട്ട് തന്നെ ഞാനൊരു ചീനിച്ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഞാനത് അരച്ച ആ ബീട്രൂട്ട് ഇട്ട് കൊടുത്തു അരിപ്പയിലേക്ക്. അതിനുശേഷം നന്നായിട്ട് നമുക്ക് ഞെക്കി പിഴിഞ്ഞ് അതിൻ്റെ ജ്യൂസ് മുഴുവൻ നമുക്ക് എടുക്കണം. അതിലുള്ള ആ ജ്യൂസ് മുഴുവൻ നമുക്ക് എടുക്കണം. നമ്മൾ വെള്ളമൊന്നും ചേർത്തല്ല അരച്ചിരിക്കുന്നത്, അതിലുള്ള വെള്ളം മാത്രമേ ഉള്ളൂ. നമുക്ക് സ്റ്റിക്ക് കൊണ്ട് അത് ഞെക്കിയാൽ അത്രയും ജ്യൂസ് വരത്തില്ല. അതുകൊണ്ട് തന്നെ ഒരു സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് നന്നായിട്ട് ഒന്ന് അമർത്തി അതിൻ്റെ ജ്യൂസ് എടുക്കുകയായിരിക്കും നല്ലത്. കണ്ടോ, നല്ല കളറല്ലേ? നല്ല കളറുള്ള ബീട്രൂട്ട് ആയിരിക്കണം, എന്നാലേ നമുക്ക് ആ കളറ് കിട്ടത്തുള്ളൂ. നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് നമുക്ക് അതിൻ്റെ ജ്യൂസ് മുഴുവൻ എടുക്കാം. നമ്മൾ ഈ എല്ലാവരും തന്നെ ഇപ്പോഴത്തെ കുട്ടികളെല്ലാവരും തന്നെ ചുണ്ടുകളിൽ ഇതുപോലെയൊക്കെ പുരട്ടാറുണ്ട്. അമ്മമാരൊക്കെ പുരട്ടുമ്പോൾ കുട്ടികൾക്കും ഇത് വേണം എന്ന് നിർബന്ധിക്കാറുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇതുപോലെയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് നിഷ്പ്രയാസം, നമ്മൾക്കൊന്നും പേടിക്കാതെ, കെമിക്കലൊന്നും ഇല്ലല്ലോ, ഉള്ളിപ്പോയാലും കുഴപ്പമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ രീതിയിൽ ഉണ്ടാക്കി വെച്ചിട്ട് നമ്മുടെ കുട്ടികളുടെയൊക്കെ ചുണ്ടുകളിൽ തേച്ച് കൊടുക്കണം. അപ്പോൾ നമുക്കും വിഷമമില്ല, കുട്ടികൾക്കും ദോഷവും ഇല്ല, നമ്മളുടെ മനസ്സിനൊരു തൃപ്തി. ഞാൻ ആ ജ്യൂസ് മുഴുവൻ ഇങ്ങനെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഗ്യാസ് അടുപ്പയിലേക്ക് വെച്ചു. നന്നായിട്ട് നമുക്ക് ഒന്ന് തിളപ്പിച്ച് ഒന്ന് വറ്റിച്ചെടുക്കണം. നമ്മളെ കൈ വിടാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അത് ചവിട്ടിപ്പിടിച്ച് ഒരു നിറവ്യത്യാസം വരും. അതുകൊണ്ട് തന്നെ നന്നായിട്ട് നമ്മളെ ഇളക്കിക്കൊണ്ടിരിക്കണം. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കുറച്ച് നെയ്യാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മളുടെ ചുണ്ടിനൊക്കെ നെയ്യ് വളരെ നല്ലതാണല്ലോ, അതുകൊണ്ട് തന്നെ കുറച്ച് നെയ്യ് ഇട്ട് കൊടുത്തു. എന്നിട്ട് നമുക്ക് ഇളക്കി നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് അത് ഒന്ന് തിളപ്പിച്ച് അതിലുള്ള വെള്ളം, ബീട്രൂട്ടിലൊക്കെ നന്നായിട്ട് വെള്ളം ഉണ്ടാകുമല്ലോ, ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ച് ഈ ഒരു രീതിയിലാകണം അല്ലോ. ഈ ഒരു രീതിയിൽ വരുമ്പോഴേ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം.
അതിനുശേഷം നമ്മൾക്ക് അതൊന്ന് ആറാനായിട്ട് മാറ്റി വയ്ക്കാം. നമ്മളിപ്പോൾ നെയ്യ് ഇട്ടിട്ടുണ്ട്. വേണമെങ്കിൽ ഒരു ടേബിൾ സ്പൂണ് ഹണിയും കൂടി ഒഴിച്ചു കൊടുക്കാൻ, തേൻ വേണമെങ്കിൽ. ഞാനത് ഒഴിച്ചിട്ടില്ല. ഇപ്പം ഞാനത് ആറിക്കഴിഞ്ഞ് ഒരു ബോട്ടിലാക്കിയിട്ടുണ്ട്. കണ്ടോ, ഇതൊരു ബോട്ടിലാക്കി. ഇനി ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വയ്ക്കാം, ഒന്ന് സെറ്റായി വരാൻ വേണ്ടിയിട്ട്. ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ഞാനത് എടുത്ത് നോക്കി, അത് സെറ്റായിട്ടുണ്ട്. കണ്ടോ, ഞാൻ എൻ്റെ കയ്യിൽ ഒന്ന് തേച്ച് കാണിച്ചു തരാം. കണ്ടോ, നല്ല കളറില്ലേ? അല്ല, കണ്ടോ, നമ്മൾ വാങ്ങിക്കുന്ന ലിപ് ബാം പോലെ തന്നെ ഇരിക്കുന്നു. കണ്ടോ, ഇതിനകത്ത് യാതൊരു കെമിക്കലും നമ്മൾ ചേർത്തിട്ടില്ല. നമ്മളിപ്പോൾ നെയ്യ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. വേണമെങ്കിൽ ഇച്ചിരി തേനും കൂടി ചേർക്കാം. തേനും ഹണിയൊക്കെ തേനും നെയ്യും ഒക്കെ നമ്മളുടെ ചുണ്ടിനെ വളരെ സോഫ്റ്റ് ആക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ബീട്രൂട്ടിൻ്റെ കൂടുതൽ അത് മാത്രമേ ചേർത്തിട്ടുള്ളൂ. നമ്മൾ വേറെ കെമിക്കൽ ഒന്നും ചേർത്തിട്ടില്ല. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി തേക്കുവാണെങ്കിൽ അവരുടെ ഉള്ളിലേക്ക് പോയാലും കുഴപ്പമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യമായിട്ടാണ് ചുണ്ടുകളിൽ ഇതുപോലെ ലിപ് ബാമൊക്കെ തേക്കാൻ പോകുന്നത്. ഞാനൊന്ന് തേച്ച് കാണിച്ചു തരാം നിങ്ങളെ. ഞാൻ കണ്ണാടി നോക്കി ഒന്ന് തേക്കുകയാണ്. അല്ല, നമ്മൾ കടകളിൽ നിന്നും വാങ്ങിക്കുന്ന ലിപ് ബാം പോലെ തന്നെ നമുക്ക് തേച്ച് പിടിപ്പിക്കാം. നമ്മളുടെ ചുണ്ടുകളിൽ യാതൊരു കെമിക്കലും ഇല്ല. അത് നമ്മുടെ ഉള്ളിലേക്ക് പോയാലും കുഴപ്പമില്ല. നമ്മൾ ചെറിയ ബോട്ടിലാക്കി നമ്മളുടെ ബാഗിലൊക്കെ വെക്കുകയാണെങ്കിൽ നമ്മൾക്ക് അത് കളർ ഡൗൺ ആയാലും നമ്മൾക്ക് വീണ്ടും നമ്മൾക്ക് നിഷ്പ്രയാസം നമ്മൾക്ക് തേച്ച് കൊടുക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നമ്മുടെ ബാഗുകളിലൊക്കെ വെച്ച് നമ്മൾക്ക് യാത്രയ്ക്കൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകാവുന്നതാണ്. ഇങ്ങനെ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. കണ്ടോ, നല്ല കളറില്ലേ? നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്? ചുണ്ടിന് ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കിയതാണ്. കണ്ടോ, നിങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കണം. നമ്മൾ ഉണ്ടാക്കി നോക്കുമ്പോഴല്ലേ നമുക്കതിൻ്റെ ഗുണം മനസ്സിലാകത്തുള്ളൂ, അല്ലെങ്കിൽ അതിൻ്റെ ഉപയോഗം മനസ്സിലാകത്തുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ ഇതുപോലെ ലിപ്സ്റ്റിക്കും ലിപ് ബാമൊക്കെ ഉപയോഗിക്കുന്നവർ ഇത് ഉണ്ടാക്കി നോക്കി ഉപയോഗിക്കണം. വെറുതെ കാശും പോകും, നമ്മളുടെ ആരോഗ്യവും പോകും നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ. കണ്ടോ, നല്ല കളറുള്ള ബീട്രൂട്ട് ആയിരിക്കണം ഇതുപോലത്തെ. കണ്ടോ, നല്ല ഭംഗിയില്ലേ? ഇതുപോലെ ഉണ്ടാക്കി നമ്മുടെ മക്കൾക്കൊക്കെ കൊടുക്കുക. മക്കളോട് പറയുക, ഇതുപോലെ ഉണ്ടാക്കി ഉപയോഗിക്കാൻ പറയണം. നമ്മളുടെ ഹെൽത്തിന് ഒരു ദോഷവുമില്ല. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.